കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പ്രൈവറ്റ് ജോബ് വേണ്ടതെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ്. കാരണം ഒരു ക്യാമ്പസ് സെലക്ഷൻ റെസ്യൂമേ പോലും ഉണ്ടാക്കാത്ത ഒരാളാണ് ഞാൻ. എന്തായാലും ഒരു ജോലി, സർക്കാർ ജോലി. അങ്ങനെ സിവിൽ എൻ സി ജോയിൻ ചെയ്തു. സിവിൽ എൻ സി ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ കോളേജിലുള്ള ഒരു 10-15 പേര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. ഏകദേശം 1 ഇയർ അടുപ്പിച്ച് കോച്ചിങ് ഉണ്ടായിരുന്നു സിവിൽ എൻസിൽ. ഓൾമോസ്റ്റ് 1 ഇയർ. ആ 1 ഇയർ കൊണ്ട് എല്ലാവരും ടച്ച് വിട്ട് പോയാൽ പിന്നെ ഒരു പരീക്ഷയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ 1 ഇയർ ഇവരോട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം RRB JEE നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഇവിടെ PSC മാത്രം നോക്കുന്ന, RRB കേട്ടിട്ട് പോലുമില്ല. SSC വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആപ്ലിക്കേഷൻ അയക്കണം, 500 രൂപ എന്തോ ഫീസ് ഉണ്ടായിരുന്നു. ചുമ്മാ പൈസ കളയണോ വേണ്ടയോ എന്ന് എനിക്ക് ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞത് അവരാണ്. 4 പേര് ഇവിടെ തന്നെ ഉണ്ട്, 1-2 പേരും കൂടെ ഉണ്ട്. അവരില്ലായിരുന്നെങ്കിൽ നടക്കത്തില്ല, ഉറപ്പാണ്. കാരണം അവർ ചെയ്യുന്നുണ്ട്, നീയും ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് പൈസ അടച്ചിട്ട് ഒരു എക്സാം എഴുതാൻ പോകുന്നത്. അല്ലെങ്കിൽ PSC വെറുതെ പൈസ കളയണ്ട, കാരണം എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ പോയപ്പോൾ ആദ്യത്തെ പേപ്പർ നോൺ ടെക്നിക്കൽ. ഞാൻ ഒരു സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. മാത്സിലൊക്കെ അത്യാവശ്യം ആവറേജ്. ഇവിടെയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഇതുമായിട്ടും കേട്ടിട്ട് പോലുമില്ല. ഡിവിൻ ബാങ്ക് കോച്ചിങ് ഒക്കെ അത്യാവശ്യം നോക്കിയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ കണ്ടു. കിളി പോയിരിക്കുകയായിരുന്നു. കാരണം അത്രയും സ്പീഡിൽ ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സിവിലിയൻസിന് തന്നെ സൂപ്പർ നോട്ട്സ് വന്നു. അപ്പോഴും അടുത്ത കാശ് അടയ്ക്കണം, ഓൺലൈൻ കോച്ചിങ് ആണ്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓൺലൈൻ കോഴ്സ് എനിക്ക് ജന്മത്ത് നടക്കത്തില്ല. കാരണം വീട്ടിൽ ഇരുന്ന് ബുക്ക് തുറക്കത്തില്ല, അതെനിക്കും അറിയാം. കമ്പൈൻ സ്റ്റഡി ഒരേ ഒരു ഓപ്ഷൻ. അങ്ങനെ കമ്പൈൻ സ്റ്റഡിക്ക് അവിടെ തന്നെ തൈവിളയിൽ അങ്ങനെ ഒരു സെൻറ്റർ ഉള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റി. കാരണം ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം പലരും പല അടുത്തുനിന്നാണ് വരുന്നത്. ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് വീടുകൾ തമ്മിൽ. അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡിക്കുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ അവിടെ സിവിൽ എൻ സി കോച്ചിങ് കഴിഞ്ഞ ഉടനെ ആ വീക്ക് തന്നെ ഓൺലൈനിൽ കോഴ്സ് പർച്ചേസ് ചെയ്തു. അപ്പോഴും എനിക്ക് മടി. ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നില്ല, ബാക്കി ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് ഒരുമിച്ച് പഠിക്കാമെന്നായിരുന്നു. അപ്പോൾ ഒരാളും കൂടെ ഉണ്ട്, ഒരാളൊന്നും വന്നിട്ടില്ല, അഭിരാമി. പുള്ളിയാണ് പറഞ്ഞത് നീ പർച്ചേസ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാനും പൈസ അടച്ചു, പർച്ചേസ് ചെയ്തു. പിന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പേപ്പർ ക്രാക്ക് ചെയ്തു. സെക്കൻഡ് പേപ്പർ നമ്മുടെ ഫീൽഡാണല്ലോ ടെക്നിക്കൽ. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ടച്ച് വിട്ട് പോയില്ല. അങ്ങനെ CBT 2 ക്രാക്ക് ചെയ്തു. അതിൽ അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു. CBT 2 കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം CBT 1 ആയിരുന്നു എനിക്ക് അത്യാവശ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഔട്ട് ഓഫ് ടച്ച് ആണ്. ഞാൻ ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചിട്ടില്ല, ജനറൽ നോളജ് 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ആ ലെവലിലാണെങ്കിലും നമുക്കറിയാമല്ലോ അതൊന്നും അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ആ കോച്ചിങ് കഴിഞ്ഞു. CBT 2 കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉറപ്പുണ്ടായിരുന്നു വരുമെന്ന്. സോ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ലിസ്റ്റിൽ പേര് വന്നു. സോ സാറ് പറഞ്ഞല്ലോ 11 ലക്ഷം പേരുണ്ടെന്ന്. സോ പ്രൗഡ് മൊമെൻ്റ് ആണ് എനിക്കും വീട്ടുകാർക്കും. സോ താങ്ക് യു.